എല്ലാവർക്കും 24 ന്യൂസ് മലയാളിലേക്ക് സ്വാഗതം. പോകാം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കഴിഞ്ഞയാഴ്ച ലണ്ടനിൽ പകൽ വെളിച്ചത്തിൽ ഒരു ക്രിമിനൽ സംഘം തന്നെ ആക്രമിച്ച് പണം കവർന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുതിർന്ന വാർത്താ അവതാരകയായ സെലിന സ്കോട്ട്. തലസ്ഥാന നഗരിയിൽ കുറ്റകൃത്യങ്ങൾ അതിവേഗം വ്യാപകമാവുകയാണെന്ന ആശങ്ക ശക്തമാകുന്ന സമയത്താണ് ITN ന്യൂസ് അറ്റ് 10 അവതാരക തന്റെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ലണ്ടനിലെ തിരക്കേറിയ പിക്കാഡിയിലാണ് ഇത് നടന്നതെന്നും അവർ പറയുന്നു. സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും താന് ഇനിയും മോചിതയായിട്ടില്ല എന്നും അവർ പറഞ്ഞു. 1980കൾ മുതൽ ബ്രിട്ടീഷ് ടെലിവിഷന് രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന 74-കാരിയായ സ്കോട്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് വാട്ടർ സ്റ്റേൻസിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും ഇറങ്ങി വരുമ്പോഴായിരുന്നു വലതു കാൽമുട്ടിന്റെ പുറകിലായി കുത്തേറ്റത്. തുടർന്നായിരുന്നു ഒരു സംഘം ഇവരുടെ ബാക്ക്പാക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. മനോധൈര്യം കൈവിടാതെ മോഷ്ടാക്കളോട് പോരാടി ബാക്ക്പാക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചെങ്കിലും സംഘത്തിലെ ഒരാൾ അതിന്റെ സിപ്പ് തുറന്ന് പഴ്സ് എടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തന്റെ ബാങ്ക് കാർഡുകളും ലൈസൻസും കുറച്ച് പണവും അതിലുണ്ടായിരുന്നതായും അവർ പറഞ്ഞു. ഏതായാലും ഈ സംഭവം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ലണ്ടൻ പോലീസ് വരുത്തുന്ന വീഴ്ചകൾ വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം മുൻ വർഷത്തേക്കാൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ 23.5% വർധനവ് ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് പോലീസ് സാന്നിധ്യമില്ലെന്ന കുറ്റപ്പെടുത്തലും ഉയരുന്നുണ്ട്. ലണ്ടനിലെ വഴിയരികിലെ സുവിശേഷ പ്രസംഗം നിർത്താനാവശ്യപ്പെട്ട പോലീസ്. ലണ്ടനിലെ തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നിനു പുറത്തായി ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് നടത്തിയിരുന്ന സുവിശേഷ പ്രസംഗം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിശദമായി വിലയിരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു വനിതാ ട്രാൻസ്പോർട്ട് പോലീസ് ഓഫീസർ സുവിശേഷകരോട് പ്രസംഗം നിർത്താൻ ആവശ്യപ്പെടുന്നതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്നുണ്ട്. കിങ്സ് ക്രോസ് സ്റ്റേഷന് പുറത്താണ് സംഭവം നടന്നത്. വളരെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥ സുവിശേഷകരോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഇവിടെ വരുന്ന ആളുകൾ യാത്ര ചെയ്യാൻ വരുന്നതാണെന്നും നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വരുന്നതില്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താന് താളത്തിലുള്ള ഒരു പാട്ട് പാടിയാല് അത് പ്രശ്നമാകുമോ എന്ന് പ്രാസംഗികന് തിരിച്ചു ചോദിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം. അതേസമയം സുവിശേഷ പ്രാസംഗികൾ തങ്ങളുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ലൗഡ് സ്പീക്കറുമായാണ് എത്തുന്നതെന്നും സ്റ്റേഷൻ പരിസരങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ നെറ്റ്വർക്ക് റെയിലിൽ നിന്നും മുൻകൂട്ടി അനുമതി തേടേണ്ടതുണ്ടെന്നും ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് വീഡിയോ പ്രചരിക്കുന്ന കാര്യം അറിയാമെന്നും പോലീസ് വക്താവ് അറിയിച്ചു. ഏഞ്ചല റെയ്നാറിന്റെ പുതിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നു. സമ്പദ്ഘടനയിൽ കനത്ത ആഘാതം ഏൽപ്പിക്കാൻ പോന്നതാണ് അവ എന്നാണ് ആരോപണം. ഉപപ്രധാനമന്ത്രിയുടെ പുതിയ നിയമത്തിനെതിരെ ശബ്ദമുയർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൺസർവേറ്റീവുകൾ വ്യവസായികൾക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നാശത്തിലേക്കായിരിക്കും നടന്നെടുക്കുക എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. റെയ്നറുടെ പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ബില്ലിലെ നിബന്ധനകൾ ഒരുപക്ഷെ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്നു തന്നെ പലരെയും പിന്തിരിപ്പിച്ചേക്കാം എന്ന് വിമർശകർ പറയുന്നു. ഇത് അൺഎംപ്ലോയ്മെന്റ് ബില്ല് ആയി മാറുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പ്രഭുസഭയിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്ന ബിൽ ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലെ പല നിബന്ധനകളും തൊഴിലാളികളെ നിയമിക്കുന്നത് ദുഷ്കരമാക്കുമെന്നും ബിസിനസ് സ്ഥാപനങ്ങളെ വിനാശകരങ്ങളായ സമരപരമ്പരകളിലേക്ക് നയിച്ചേക്കുമെന്നും ആരോപണം ഉയരുന്നു. എന്നാൽ അതിൽ മറ്റു ചില തൊഴിലാളി സൗഹൃദ നയങ്ങളും ഉണ്ടെന്നുള്ളതും വസ്തുതയാണ്. നിലവിൽ സമരം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട യൂണിയനിലെ പകുതിയോളം അംഗങ്ങളെങ്കിലും അനുകൂലിക്കണം എന്നുണ്ട്. എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ 10% അംഗങ്ങൾ അനുകൂലിച്ചാൽ സമരം നടത്താൻ കഴിയും. അതുപോലെ തൊഴിലുടം മിനിമം വേതനമോ മിനിമം പ്രവൃത്തി സമയമോ ഉറപ്പ് നൽകാത്ത 0 അവർ കോൺട്രാക്ട് സമ്പ്രദായവും ഇല്ലാതെയാകും. അതിനു പുറമെ ജോലിയിൽ പ്രവേശിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ അനധികൃതമായ പിരിച്ചുവിടലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തൊഴിലാളിക്ക് കഴിയും. നിലവിൽ ജോലിയിൽ കയറി ചുരുങ്ങിയത് 2 വർഷമെങ്കിലും കഴിഞ്ഞാലേ അതിന് കഴിയുകയുള്ളൂ. അതുപോലെ മേറ്റർനിറ്റി ലീവിനും വേതനമില്ലാത്ത പാരന്റൽ ലീവിനും ജോലിയിൽ കയറി ആദ്യ ദിവസം മുതൽ തന്നെ അർഹതയുണ്ടാകും. അതുപോലെ അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ ഒരാഴ്ചത്തെ ലീവിന് അർഹത നൽകുന്ന പുതിയ നിബന്ധനയും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ ഒരു തൊഴിലിടത്തു നിന്നും ചുരുങ്ങിയത് 20 തൊഴിലാളികളെ എങ്കിലും പിരിച്ചുവിടുമ്പോൾ കൺസൾട്ടേഷൻ നടത്തണം എന്നത് ഒരു സ്ഥാപനത്തിലെ 20 തൊഴിലാളികൾ എന്നാക്കിയിട്ടുണ്ട്. ഒന്നിലധികം ശാഖകളോ തൊഴിലിടങ്ങളോ ഉള്ള വ്യവസായങ്ങളെ ഇത് ബാധിക്കും. നിലവിൽ പ്രതിവാരം 118.75 പൗണ്ടുള്ള സിക്ക് പേ ലഭിക്കാൻ 3 ദിവസം കാത്തിരിക്കണമെങ്കിൽ ഈ നിയമം അനുസരിച്ച് രോഗബാധിതനായ ആദ്യ ദിവസം മുതൽ തന്നെ അതിന് അർഹതയുണ്ടായിരിക്കും. അതുപോലെ വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ പ്രവൃത്തി സമയവും രീതിയും കൂടുതൽ സൗകര്യപ്രദമാക്കും. അതുപോലെ നിയമലംഘനം നടത്തുന്ന തൊഴിലുടമകൾക്ക് നേരെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും. ചാൻസലർ റേച്ചൽ റീവ്സ് ഇതിലെ പല നിബന്ധനകളിലും വെള്ളം ചേർക്കാൻ പരമാവധി ശ്രമിച്ചു.
നിശ്ചലമായി നിൽക്കുന്ന സമ്പദ്ഘടനയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ബില്ലിനെ മയപ്പെടുത്താൻ ശ്രമിച്ചത്. ഉപപ്രധാനമന്ത്രിയുടെ ബില്ല് വ്യാപാര വ്യവസായ മേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന സൂചനകളും കഴിഞ്ഞയാഴ്ച ചാൻസലർ നൽകിയിരുന്നു. അതേസമയം ഈ ബില്ല് ബ്രിട്ടീഷ് വ്യവസായ മേഖലയെ തകയ്ക്കുമെന്നും ടോറികൾക്ക് മാത്രമായി ഇതിനെ തടയാൻ കഴിയില്ലെന്നുമാണ് ഷാഡോ ബിസിനസ് സെക്രട്ടറി ആൻഡ്രൂ ഗ്രിഫിത്ത് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബിൽ പുനഃപരിശോധിക്കുന്നതിനായി സർക്കാരിനെ നിർബന്ധിതമാക്കാൻ കൂടുതൽ ശബ്ദം ഉയരേണ്ടതുണ്ട് എന്നും കത്തിൽ അദ്ദേഹം പറയുന്നു. സർക്കാരിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് ഈ ബിൽ ബ്രിട്ടീഷ് ബിസിനസ് രംഗത്ത് പ്രതിവർഷം 5 ബില്യൺ പൗണ്ടിന്റെ നഷ്ടം വരുത്തുമെന്നും 50,000 തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിന് സാമ്പത്തിക വളർച്ച അനിവാര്യമാണെന്നും അതിനായി വ്യവസായ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ഗ്രിഫിത്ത് ഡെയിലി മെയിലിനോട് സംസാരിക്കവെ പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ ബിൽ സമരങ്ങൾ വർദ്ധിപ്പിക്കുകയും തൊഴിൽ നഷ്ടം വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 1970കളിൽ ഉണ്ടായിരുന്നതുപോലെ തൊഴിലാളി യൂണിയനുകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു സാഹചര്യം ഇന്ന് ബ്രിട്ടന് തീരെ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി വ്യവസായ പ്രമുഖരും സമാനമായ ആശങ്ക പങ്കുവച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട്.